ഹലോ, എല്ലാവർക്കും ബയോസിന്റെ ബോട്ടണി റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന ബോട്ടണി പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത് 5 ചാപ്റ്ററാണ്. ഈ 5 ചാപ്റ്ററിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും ഒരു 100 ക്വസ്റ്റ്യൻ വീതം നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുൻപ് ചോദിച്ചിട്ടുള്ളതും എന്നാൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം പ്രീവിയസ് ഇയർ ചോദിച്ചിരിക്കുന്ന നീറ്റിലെ കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ പഠിക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം പഠിക്കാതെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് ആ ഏരിയകളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അതോടൊപ്പം തന്നെ കണ്ടന്റുകൾ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ വരാത്ത ഏരിയകൾ ഏതെന്ന് ഒന്ന് മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് മാത്രമേ നമുക്ക് ഇനിയുള്ള പരീക്ഷകൾക്കെല്ലാം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും, പ്രത്യേകിച്ച് A+ വാങ്ങാൻ കഴിയും. പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ ചിലപ്പോൾ A+ ലെവലിലോട്ട് എത്തണം എന്നില്ല. കാരണം പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഇന്ന് ഞാൻ റിവിഷൻ ചെയ്യുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ആയ എക്കോസിസ്റ്റം ആണ്. അതിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു 100 ചോദ്യം. പോകാം ക്ലാസ്സിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ കമ്പോസിറ്റ് ഓഫ് ആൾ ലോക്കൽ എക്കോസിസ്റ്റം ഓൺ എർത്ത് റിഗാർഡഡ് ആസ്. നമ്മുടെ എർത്തിലെ എല്ലാ ലോക്കൽ ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിനോടും കൂട്ടത്തിനെ നമുക്ക് എന്ത് പറയാം? എൻറ്റയർ ബയോസ്ഫിയർ ആസ് ഗ്ലോബൽ എക്കോസിസ്റ്റം. ഗ്ലോബൽ എക്കോസിസ്റ്റം എന്ന് എഴുതിയാലും തെറ്റില്ല. എൻറ്റയർ ബയോസ്ഫിയർ അല്ല, ജീവമണ്ഡലത്തിനെ നമുക്ക് ഗ്ലോബൽ എക്കോസിസ്റ്റമായിട്ട് കണക്കാക്കാം. അതിനകത്താണ് പലതരം എക്കോസിസ്റ്റം ചേരുന്നത്. അതായത് എല്ലാ എക്കോസിസ്റ്റം ചേരുമ്പോഴാവുന്ന ഒരു വലിയ എക്കോസിസ്റ്റം നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ വലിയ ജീവമണ്ഡലത്തിനെ ഗ്ലോബൽ എക്കോസിസ്റ്റം എന്ന് പറയാം. റൈറ്റ് എനി വൺ എക്സാമ്പിൾ ഫോർ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം പല ടൈപ്പ് ഉണ്ട്. ടെറസ്ട്രിയൽ ഉണ്ട്, അക്വാട്ടിക് ഉണ്ട്. അതിൽ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എക്സാമ്പിൾ ചോദിച്ചാൽ ടെസ്റ്റിലുള്ളത് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട് ആണ്. ഇതിൽ ഏതെങ്കിലും മതിയാവും. റൈറ്റ് എനി വൺ എക്സാമ്പിൾ ഫോർ അക്വാട്ടിക് എക്കോസിസ്റ്റം. ജലാശയങ്ങളിൽ കാണപ്പെടുന്ന എക്കോസിസ്റ്റത്തിന് ആവാസ വ്യവസ്ഥ എക്സാമ്പിൾ ചോദിച്ചാൽ ടെസ്റ്റിൽ തന്നിരിക്കുന്നത് പോണ്ട്, ലേക്ക്, വെറ്റ്ലാൻഡ്, റിവർ, എസ്റ്ററി. അതായത് ശുദ്ധജലവും ഉപ്പുവെള്ളം കൂടെ മിക്സ് ആക്കുന്ന കായൽ ഭാഗങ്ങളുണ്ടല്ലോ, അതാണ് എസ്റ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. റൈറ്റ് എനി വൺ എക്സാമ്പിൾ ഫോർ ആർട്ടിഫിഷ്യൽ ഓർ മാൻമെയ്ഡ് എക്കോസിസ്റ്റം. കൃത്രിമമായി കാണപ്പെടുന്ന എക്കോസിസ്റ്റം എക്സാമ്പിൾ ടെസ്റ്റ് തന്നിരിക്കുന്നത് ക്രോപ്പ് ഫീൽഡ്, വയലുകളും അക്വേറിയമാണ്. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഓക്കുപൈങ് ഡിഫറെന്റ് ലെവൽസ് ഈസ് കാൾഡ്. ഒരു എക്കോസിന്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചറിൽ ഒന്നാണ് സ്ട്രാറ്റിഫിക്കേഷൻ. അതായത് ഒരു കാട്ടിൽ മരങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു? ഏറ്റവും പൊക്കം കുറഞ്ഞ ഷെയ്ഡിൽ വളരേണ്ട പ്ലാന്റ്സുകൾ ഏറ്റവും താഴ്ഭാഗത്തും, പിന്നെ അതിനനുസരിച്ച് ഹൈറ്റുള്ള പ്ലാന്റുകൾ ഓരോ ലെയർ ആയിട്ട് ഏറ്റവും ടോപ്പിൽ വലിയ മരങ്ങളും കാണപ്പെടുന്നു. ലൈറ്റ് കൂടുതൽ വേണ്ടത് ഏറ്റവും ടോപ്പിൽ കാണപ്പെടുന്നു. അതിന് താഴെ മീഡിയം പ്ലാന്റുകൾ, പിന്നെ ഹെർബ്, ക്രീപ്പിംഗ് പ്ലാന്റുകൾ, അങ്ങനെ പല ലെയറുകളായിട്ടാണ് കാടുകളിൽ മരങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ പ്ലാന്റ് സ്പീഷീസ് കാണുന്നതിന് എന്ത് പേര് പറയാം? സ്ട്രാറ്റിഫിക്കേഷൻ. റൈറ്റ് എനി വൺ എക്സാമ്പിൾ ഫോർ സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ എന്ത് എഴുതാം? ട്രീസ് occupy top vertical strata or layer of the forest, shrub the second, and herbs then grasses occupy the bottom layer. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ലെയർ ആയിട്ട് പ്ലാന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എഴുതുക. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റം? ഒരു എക്കോസിസ്റ്റത്തിന്റെ മെയിൻ ഫങ്ഷൻ എന്തൊക്കെയാണ്? പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻ സൈക്കിൾ. ഇതാണ് എഴുതേണ്ടത്. അല്ലാതെ നമുക്ക് എക്കോസിസ്റ്റം കിട്ടുന്ന കാര്യങ്ങളൊക്കെ എഴുതി ഓക്സിജൻ കിട്ടുന്നു, വിറവ് കിട്ടുന്നു, മെഡിസിൻ കിട്ടുന്നത് അത് എക്കോസിന്റെ സർവീസുകളാണ്. ആ ഏരിയ ഇപ്പോൾ ഡിലീറ്റഡ് പോർഷൻ ഉള്ളത് കൊണ്ട് അത് എഴുതരുത്. ഫംഗ്ഷൻ ചോദിച്ചാൽ പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻ സൈക്ലിംഗ് വേണം എഴുതാൻ. വാട്ട് ആർ ദ എബയോട്ടിക് കമ്പോണൻസ് ഇൻ എ പോണ്ട് എക്കോസിസ്റ്റം? ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിലെ എബയോട്ടിക് കമ്പോണൻസ്, ജീവനില്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വാട്ടർ വിത്ത് ഓൾ ദ ഡിസോൾവ്ഡ് ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ആൻഡ് റിച്ച് ഇൻ സോയിൽ ഡെപ്പോസിറ്റ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പോണ്ട്. വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഓർഗാനിക് അതുപോലെ ഇനോർഗാനിക് സബ്സ്റ്റൻസുകളും, അതുപോലെ തന്നെ വെള്ളത്തിന്റെ അടിത്തട്ടിൽ ബോട്ടത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡെപ്പോസിറ്റ് ഇരിക്കുന്ന എല്ലാ വസ്തുക്കളുമാണ് എബയോട്ടിക് ഫാക്ടറായിട്ട് കണക്കാക്കുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് റെഗുലേറ്റ് ദ റേറ്റ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എൻറ്റയർ പോണ്ട് എക്കോസിസ്റ്റം? ഒരു എൻറ്റയർ പോണ്ട് എക്കോസിസ്റ്റന്റെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സോളാർ ഇൻപുട്ട്, സൂര്യപ്രകാശം, ദ സൈക്കിൾ ഓഫ് ടെമ്പറേച്ചർ, അവിടെ അവൈലബിൾ ആവുന്ന ടെമ്പറേച്ചർ, ഡേയുടെ ലെങ്ത്, അതിന്റെ ഡ്യൂറേഷൻ ആൻഡ് അതർ ക്ലൈമറ്റിക് കണ്ടീഷൻസ്. വാട്ട് ആർ ദ ഓട്ടോട്രോപിക് കമ്പോണൻസ് ഇൻ പോണ്ട് എക്കോസിസ്റ്റം? ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിലെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിയുന്ന ഓട്ടോട്രോപിക് ന്യൂട്രീഷൻ കാണിക്കുന്ന ജീവജാലങ്ങൾ ഏതൊക്കെയാണ്? അവിടെ കാണപ്പെടുന്ന മൈക്രോസ്കോപ്പിക് പ്ലാന്റുകളായ ഫൈറ്റോ പ്ലാന്റുകൾ,
then some algae, then floating and submerged plants. വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടുത്തട്ട് നിന്ന് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന സബ്മർജ്ഡ് പ്ലാന്റ്സ് അല്ലെങ്കിൽ മാർജിനൽ പ്ലാന്റ്സ് ഫൗണ്ട് അറ്റ് ദ എഡ്ജ്. ഈ വെള്ളത്തിന്റെ സൈഡിലായിട്ട് മാർജിനിൽ കാണപ്പെടുന്ന പ്ലാന്റുകളെല്ലാം അവിടുത്തെ ഓട്ടോട്രോഫിക് കമ്പോണൻസ് ആണ്. വാട്ട് ആർ ദ കൺസ്യൂമേഴ്സ് ഇൻ പോണ്ട് എക്കോസിസ്റ്റം? ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിലെ കൺസ്യൂമേഴ്സ്, ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ആരൊക്കെയാണ്? അവിടെ കാണപ്പെടുന്ന മൈക്രോസ്കോപ്പിക് ആനിമൽസ്, സൂപ്ലാങ്ക്ടൻസ്, ദെൻ ഫ്രീ സ്വിമ്മിംഗ് ആൻഡ് ബോട്ടം ഡ്വെല്ലിംഗ് ഫോംസ്, സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന മത്സ്യങ്ങൾ ഉൾപ്പെടുന്ന ജീവജാലങ്ങൾ, പിന്നെ ആ കുളത്തിന്റെ അടുത്തട്ട് കാണപ്പെടുന്ന ബോട്ടം ഡ്വെല്ലിംഗ് ഫോംസ്, അടുത്തട്ടിൽ മാത്രം കാണപ്പെടുന്ന ആനിമൽസും ഒക്കെ കൺസ്യൂമേഴ്സിന് എക്സാമ്പിൾ ആണ്. വാട്ട് ആർ ദ ഡീകമ്പോസേഴ്സ് ഇൻ പോണ്ട് എക്കോസിസ്റ്റം? ഒരു പോണ്ടിലെ ഡീകമ്പോസിഷന് സഹായിക്കുന്ന ജീവജാലങ്ങൾ ഏതൊക്കെയാണ്? ഫംഗൈ, ബാക്ടീരിയ ആൻഡ് ഫ്ലജലേറ്റ്സ് ഇൻ ദ ബോട്ടം ഓഫ് ദ പോണ്ട്. ഒരു പോണ്ടിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളും ഫംഗസുകളും മറ്റ് ഫ്ലജലേറ്റ് ഫോംസുമാണ് ഡീകമ്പോസിഷനെ സഹായിക്കുന്നത്. The amount of biomass or organic matter produced per unit area over a time period by plants during photosynthesis. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പ്ലാന്റ്സ് ഫോട്ടോസിന്റെ ഫലമായിട്ട് ഉണ്ടാക്കുന്ന ബയോമസിന്റെ അളവ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിന്റെ അളവിന് എന്ത് പേര് പറയാം? പ്രൈമറി പ്രൊഡക്ഷൻ എന്ന് പറയാം. ഈ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ദ യൂണിറ്റ് ഓർ എക്സ്പ്രഷൻ ഓഫ് പ്രൈമറി പ്രൊഡക്ഷൻ. ഈ പ്രൈമറി പ്രൊഡക്ഷന്റെ യൂണിറ്റ് ടെസ്റ്റ് തന്നിട്ടുണ്ട്, അത് ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചാൽ എൻട്രൻസിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒന്നുകിൽ വെയിറ്റ് കണക്കാക്കും, അല്ലെങ്കിൽ എനർജിയിലാണ് അത് കണക്കാക്കുന്നത്. വെയിറ്റ് ആണെങ്കിൽ ഗ്രാം പെർ മീറ്റർ സ്ക്വയറും, എനർജിയിലാണെങ്കിൽ കിലോ കാലറി പെർ മീറ്റർ സ്ക്വയറിലുമാണ് കണക്കാക്കുന്നത്. ദ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ഇൻ എക്കോസിസ്റ്റം ഈസ് കാൾഡ്. ഒരു എക്കോസിസ്റ്റത്തിലെ ബയോമാസിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ത് പേര് പറയാം? ദാറ്റ് ഈസ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റിയുടെ യൂണിറ്റ് ചോദിച്ചാൽ ദ യൂണിറ്റ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് പ്രൊഡക്ടിവിറ്റി ഈസ് ഗ്രാം പെർ മീറ്റർ സ്ക്വയർ പെർ ഇയർ ഓർ കിലോ കാലറി പെർ മീറ്റർ സ്ക്വയർ പെർ ഇയർ. ഈ യൂണിറ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. The rate of biomass production in an ecosystem is called productivity. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത്. They are of two types. രണ്ട് ടൈപ്പ് പ്രൊഡക്ടിവിറ്റി ആണുള്ളത്. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. How these productivities are related? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് രണ്ട് തരം പ്രൊഡക്ടിവിറ്റി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കും? നമുക്കറിയാം പ്ലാന്റ്സ് ഫോട്ടോസിന്റെ ഫലമായിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്ടിവിറ്റിയാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അതിൽ കുറച്ച് എമൗണ്ട് എനർജി റെസ്പിറേഷന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാലൻസ് കിട്ടുന്നതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഈ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയാണ് അടുത്ത ലെവലിൽ ഓർഗാൻസിന് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എഴുതാം, GPP മൈനസ് R ഈക്വൽ ടു NPP. ചില ഓപ്ഷനിലത് എൻട്രൻസ് ഉള്ള ഓപ്ഷനിൽ തിരിച്ചും തന്നേക്കും. അതായത് GPP ഈക്വൽ ടു NPP പ്ലസ് R എന്ന് തന്നിരിക്കും. അതും കറക്റ്റ് തന്നെയാണ്. ചിന്തിച്ച് നോക്കുക. മൈനസ് R ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് R ആയിട്ട് മാറും. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം എഴുതാൻ. നോർമലി ഇങ്ങനെ തരും. എൻട്രൻസ് ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ട് നിങ്ങളുടെ ഒരു ബുദ്ധി പരീക്ഷിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിച്ചാലായി. Which among the following equation is related with the net primary productivity? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഏതാണ്? നമുക്കറിയാം, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആണ് GPP മൈനസ് R ഈക്വൽ ടു NPP. GPP മൈനസ് R ഈക്വൽ ടു NPP. വാട്ട് ഡസ് R സ്റ്റാൻഡ്സ് ഫോർ? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് R കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെസ്പിറേഷൻ ലോസ്. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ് ഇൻ എക്കോസിസ്റ്റംസ് കാൾഡ് ഡാഷ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്ലാന്റ്സിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റിയാണ് പ്രൈമറി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. ഈ പ്ലാന്റ്സിനെ തിന്നുന്ന മറ്റ് ജീവജാലങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിനെ പിടിച്ച് തിന്നുന്ന ജീവജാലങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റിക്ക് എന്ത് പേര് പറയാം? ദാറ്റ് ഈസ് കാൾഡ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. ദ ഗ്രീൻ പ്ലാന്റ്സ് ഇൻ ദ എക്കോസിസ്റ്റം ആർ ദ ചീഫ്. അതായത് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ കാണുന്ന ഗ്രീൻ പ്ലാന്റ്സുകൾ പ്രധാനപ്പെട്ട ആരാണ്? ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സ്, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ദ ആനുവൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഓഫ് ഹോൾ ബയോസ്ഫിയർ. ടെസ്റ്റിൽ തന്നിരിക്കുന്ന ഒരു അളവാണ്. ഇതുവരെ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. അതായത് ഒരു ബയോസ്ഫിയറിലെ മൊത്തം ആനുവൽ പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് ഏകദേശം 170 ബില്യൺ ടൺസ് ഡ്രൈ വെയിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ പ്രൈമറി പ്രൊഡക്ടിവിറ്റി? ഒന്ന് രണ്ട് തവണ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ദ പ്ലാന്റ് സ്പീഷീസ് ഇൻഹാബിറ്റ് ഇൻ ദ പർട്ടിക്കുലർ ഏരിയ. ഇപ്പൊ നമുക്കറിയാം, ഒരു ഫോറസ്റ്റിലാണോ ഒരു ഡെസേർട്ടിലാണോ പ്രൊഡക്ടിവിറ്റി കൂടുതൽ? ഫോറസ്റ്റ് തന്നെയായിരിക്കും, കാരണം അവിടെയുള്ള പ്ലാന്റ്സിന്റെ എണ്ണം. ദെൻ വെറൈറ്റി ഓഫ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അനുകൂലമായ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷന്റെ ലഭ്യത, ദെൻ ഫോട്ടോസിന്റെ കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്റെ കപ്പാസിറ്റി, ഇതെല്ലാം ഫാക്ടേഴ്സ് ആണ്. ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓഷ്യൻസ് ആർ. ഒരു ഓഷ്യനിലെ പ്രൊഡക്ടിവിറ്റി എത്ര? ആ ഒരു അളവും ടെസ്റ്റ് തന്നിട്ടുണ്ട്, ഒന്ന് അറിഞ്ഞിരിക്കുക. ഓൺലി 55 ബില്യൺ ടൺ ആണ് അതിന്റെ പ്രൊഡക്ടിവിറ്റി. വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദ ലോ പ്രൊഡക്ടിവിറ്റി ഓഫ് ഓഷ്യൻ?
ഓഷനിൽ എന്തുകൊണ്ടാണ് പ്രൊഡക്ടിവിറ്റി കുറയുന്നത്? നമ്മുടെ കരപ്രദേശത്ത് വെച്ച് നോക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഓഷനിൽ കുറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ലിമിറ്റഡ് അവൈലബിലിറ്റി ന്യൂട്രിയൻസ്, അവിടെ കിട്ടുന്ന ന്യൂട്രിയൻസിന്റെ അവൈലബിലിറ്റി ലിമിറ്റേഷൻ കൊണ്ടും പിന്നെ റെസ്ട്രിക്റ്റഡ് സൺലൈറ്റ് പെനട്രേഷൻ, കടലിന്റെ അടുത്തട്ട് വരെ എല്ലായിടത്തും സൺലൈറ്റ് എത്തുന്നുണ്ടാവില്ല. അപ്പൊ ആ ഒരു പെനട്രേഷന്റെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുമാണ് പ്രൊഡക്ടിവിറ്റി സോഷ്യലിൽ കുറയാൻ കാര്യം. ഇൻ അക്വാട്ടിക് എക്കോസിസ്റ്റം ദ ലിമിറ്റിംഗ് ഫാക്ടർ ഫോർ ദ പ്രൊഡക്ടിവിറ്റി ഈസ്, അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന്റെ പ്രധാന പ്രൊഡക്ടിവിറ്റിക്കുള്ള ലിമിറ്റിംഗ് ഫാക്ടർ ലൈറ്റ് തന്നെയാണ്. ലൈറ്റ് നേരത്തെ പറഞ്ഞ ലൈറ്റിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് മാത്രമേ ഫോട്ടോ കപ്പാസിറ്റി നടക്കുകയുള്ളൂ. ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ ടു simplest substance like carbon dioxide, water, nutrients and the process is called, previous question ആണ്. അതായത് കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ ബ്രേക്ക് ഡൗൺ നടന്ന് സിംപ്ലസ്റ്റ് മോളിക്യൂൾസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന് എന്ത് പേര് പറയാം? ഡീകമ്പോസിഷൻ. Dead plants remains such as leaves, bark, flowers and dead remains of animals including fecal matter constitute. അതായത് പ്ലാന്റ്സിന്റെ ബാർക്കുകളും ലീവ്സുകളും ഫ്ലവേഴ്സും അതുപോലെ മറ്റ് അനിമൽസിന്റെ അവശിഷ്ടങ്ങളും ഫീക്കൽ മാറ്ററുകൾ എല്ലാത്തിനും ചേർത്ത് നമുക്ക് എന്ത് പേര് പറയും? അല്ലെങ്കിൽ ഡെഡ് റിമൈൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽസ് ആർ കാൾഡ്, അനിമൽസിന്റെ പ്ലാന്റ്സിന്റെയും അവശിഷ്ടങ്ങൾക്ക് എന്ത് പേര് പറയാം? ഡെട്രീറ്റസ്. വിച്ച് ഈസ് ദ റോ മെറ്റീരിയൽ ഫോർ ഡീകമ്പോസിഷൻ? ഡീകമ്പോസിന്റെ പ്രധാനപ്പെട്ട മെറ്റീരിയൽ എന്താണ്? ഡെട്രീറ്റസ് തന്നെയാണ്. The organism which break down the detritus into smaller particles are called a organism. അതായത് ഡെട്രീറ്റസിനെയും ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റുന്ന ഓർഗാനിസം എന്ത് പേര് പറയാം? ഡെട്രിറ്റുവേഴ്സ്. ഓർഗാനിസം വിച്ച് ബ്രേക്ക് ഡൗൺ ഡെട്രീറ്റസ് ഈസ് കാൾഡ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡെട്രീറ്റസിന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എന്ത് പേര് പറയാം? ഒന്നുകിൽ ഡെട്രിറ്റുവേഴ്സ് എഴുതാം അല്ലെങ്കിൽ ഡീകമ്പോസിന് എഴുതിയാലും തെറ്റില്ല, കാരണം അത് ആൻസർ കീയിൽ വന്നിരിക്കുന്ന ആൻസർ ആണ് എഴുതിയിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെട്രിറ്റുവർ? തന്നിരിക്കുന്നതിൽ ഡെട്രിറ്റുവർ ഏതാണ്? പ്രധാനപ്പെട്ട ഡെട്രിറ്റു നമുക്കറിയാം, എർത്ത്. വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ? ഡീകമ്പോസിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്? ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റാബോളിസം, ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ. മാച്ച് ദ ഫോളോയിങ്. ഇത് ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്രേക്ക് ഡൗൺ ഓഫ് ഡെട്രീറ്റസ് ഇൻ ടു സ്മാളർ പാർട്ടിക്കിൾസ്. ഡെട്രീറ്റസിനെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറുന്ന പ്രോസസ് എന്ത് പേര്? ഓപ്ഷൻ നോക്കുക, ഫ്രാഗ്മെന്റേഷൻ. വാട്ടർ soluble inorganic nutrients go down into soil horizon and get precipitated as unavailable salt. ഈ മണ്ണിലെ ചെറിയ കഷ്ണങ്ങളിൽ വിഘടിപ്പിക്കപ്പെടുന്ന ഡെട്രിറ്റസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് അതിലുള്ള വാട്ടർ സോളബിൾ സബ്സ്റ്റൻസ് മണ്ണിലേക്ക് വിഡ്രോ ചെയ്യുകയും അൺഅവൈലബിൾ സാൾട്ട് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് എന്ത് പേര് പറയും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലീച്ചിങ് ആണ്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷന്റെ ആൻസർ ലീച്ചിങ് ആണ്. ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈം ഡീഗ്രേഡ് ഡെട്രിറ്റസ് ഇൻ സിംപ്ലർ ഓർ ഇനോർഗാനിക് സബ്സ്റ്റൻസ്. പിന്നീട് ഈ ലീച്ചിങ് കഴിഞ്ഞതിന് ശേഷമുള്ള വസ്തുവിലായിരിക്കും ബാക്ടീരിയൽ ഫംഗസും എൻസൈമിക് ആക്ഷൻ നടത്തി ഡൈജഷൻ നടത്തിയിട്ട് അതിനെ മറ്റൊരു കോമ്പൗണ്ടായിട്ട് മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ വിധേയമാക്കുന്നത്. ആ പ്രോസസ്സിന് എന്ത് പേര് പറഞ്ഞു? കാറ്റാബോളിസം. അപ്പോൾ അത് സീഡ് ആൻസർ കാറ്റാബോളിസം ആണ്. ഹ്യൂമസ് ഈസ് ഡീഗ്രേഡഡ് ബൈ സം മൈക്രോബ്സ് ആൻഡ് റിലീസ് ഇനോർഗാനിക് ന്യൂട്രിയൻസ്. ഇങ്ങനെ കാറ്റാബോളിസം നടന്ന ശേഷം ഒരു ഡാർക്ക് കളറിലെ അമോർഫസ് സബ്സ്റ്റൻസ് ഫോം ചെയ്യും. അതിന്റെ പേരാണല്ലോ ഹ്യൂമസ്. ആ പ്രോസസ്സിനെ ഹ്യൂമിഫിക്കേഷൻ പറയും. അങ്ങനെ ഉണ്ടായ ഹ്യൂമസിൽ നിന്നും വീണ്ടും മൈക്രോബൽ ആക്ഷന്റെ ഫലമായിട്ട് ആ ന്യൂട്രിയൻസ് അയോണുകളായിട്ട് മണ്ണിലേക്ക് വിഘടിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മിനറലൈസേഷൻ. അപ്പൊ ആൻസർ കീ തന്നിട്ടുണ്ട്. During decomposition, accumulation of dark colored amorphous substance into the soil is called, നേരത്തെ പറഞ്ഞു, humus. What are the importance of humus? ഹ്യൂമസിന്റെ ആവശ്യകത എന്താണ്? ഹ്യൂമസിന്റെ പ്രത്യേകത, ഹ്യൂമസ് ഈസ് ഹൈലി റെസിസ്റ്റന്റ് മൈക്രോബിയൽ ആക്ഷൻ. ഇത് മൈക്രോബിയൽ ആക്ഷൻ വളരെ കുറവാണ്. കാരണം സ്ലോയിൽ നടക്കുന്ന ഡീകമ്പോസിഷൻ ആയിരിക്കും ഹ്യൂമസിൽ സംഭവിക്കുക. അണ്ടർഗോസ് ഡീകമ്പോസിഷൻ ആൻഡ് എക്സ്റ്റെൻലി സ്ലോ റേറ്റ്. നേരത്തെ പറഞ്ഞു ഇത് ഡീകമ്പോസ് നടക്കുന്നത് വളരെ സ്ലോയിലായിരിക്കും. ബീങ് കൊളോയിഡൽ നാച്ചർ ഇറ്റ് സെർവസ് റിസർവർ ഓഫ് ന്യൂട്രിയൻസ്. അതായത് ഒരു കൊളോയിഡൽ നാച്ചർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസിന്റെ കലവറ ഉണ്ടായിരിക്കും. പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻ സപ്ലൈ ചെയ്യുന്നത് ഹ്യൂമസ് നിന്നായിരിക്കും. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ഡീകമ്പോസിഷൻ? ഡീകമ്പോസ് സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? കെമിക്കൽ കമ്പോസിഷൻ ഡെട്രീറ്റസ്. ഒരു ചിരട്ടയും പഴുത്തിലും ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ദ്രവിക്കുന്ന ഏതായിരിക്കും? പഴുത്തില് തന്നെയായിരിക്കും. കാരണം അതിലുള്ള കെമിക്കൽ കമ്പൗണ്ട് പെട്ടെന്ന് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആയി പോകും, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്ത് പോകും. എന്നാൽ ചിരട്ടയിലാണെങ്കിൽ ഹൈലി തിക്കൻ ആയിട്ടുള്ള ലിഗ്നിൻ പോലുള്ള വസ്തുക്കളായിരിക്കും. ഇപ്പൊ ലിഗ്നിൻ, കൈറ്റിൻ പോലുള്ള വസ്തുക്കൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു വണ്ട് ചത്തു കിടന്നാൽ വണ്ടിന്റെ തോട് അവശേഷിച്ചാലും മാംസം പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്ത് പോകും. തോട് അത് വളരെ സ്ലോയിലാണ് ഡീകമ്പോസ് ചെയ്യുന്നത്, കാരണം അതിൻ്റെ അകത്തുള്ളത് കൈറ്റിനാണ്. അപ്പൊ ലിഗ്നിൻ, കൈറ്റിൻ പോലുള്ള കെമിക്കൽ കമ്പോസിഷൻ ഉണ്ടെങ്കിൽ ഡീകമ്പോസിന്റെ റേറ്റ് കുറയും. അപ്പൊ അതൊരു ഫാക്ടറാണ്. പിന്നെ ഓക്സിജൻ, ഡീകമ്പോസിന്റെ ഒരു ഓക്സിജൻ റിലേറ്റഡ് പ്രോസസ് ആണ്. ബാക്ടീരിയകൾ ഓക്സിജൻ സ്വീകരിച്ചിട്ടാണ് അവർ മെറ്റാബോളിസം ചെയ്യുന്നത്. ടെമ്പറേച്ചർ, സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ എൻസൈം ആക്ഷൻ നടക്കുകയുള്ളൂ. ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്. അതുപോലെ സോയിൽ മോയ്സ്ചർ, അതായത് ലീച്ച് നടക്കണമെങ്കിൽ എന്ത് വേണം? വാട്ടർ പ്രസന്റ് ആയിരിക്കണമല്ലോ. സോയിൽ മോയ്സ്ചറും ഒരു ഘടകമാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ ഡീകമ്പോസിഷൻ റേറ്റ്?
ഡീകമ്പോസിഷൻ റേറ്റിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് വെച്ചാൽ ഓക്സിജൻ, വാം കണ്ടീഷൻ, റിച്ച് ഇൻ നൈട്രജൻ, വാട്ടർ സോളുബിൾ സബ്സ്റ്റൻസ് ലൈക്ക് ഷുഗർ ആൻഡ് സോയിൽ മോയ്സ്ചർ. അതായത് ഡീകമ്പോസിഷൻ റേറ്റ് കൂട്ടാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഇതായിരിക്കും. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഹിബിറ്റ് ദ ഡീകമ്പോസിഷൻ റേറ്റ്? ഡീകമ്പോസിഷൻ റേറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്ലോ ഡൗൺ ആക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഡെട്രിറ്റസ് വിത്ത് റിച്ച് ഇൻ ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ. നേരത്തെ പറഞ്ഞതുപോലെ ലിഗ്നിൻ കൈറ്റിന്റെ അളവ് കൂടുതലുള്ളതോ ലോ ടെമ്പറേച്ചറോ അനേറോബ്സിസ് ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയോ ഡീകമ്പോസിഷൻ റേറ്റിനെ കുറയ്ക്കും. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഡെട്രിറ്റസ് ഇൻടു സ്മാളർ പാർട്ടിക്കിൾ ഈസ് കാൾഡ്, നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഫ്രാഗ്മെന്റേഷൻ. നമുക്കറിയാം ഡെട്രിറ്റസ് ചെറിയ ചെറിയ പീസുകളായിട്ട് മാറുന്നതിന് ഫ്രാഗ്മെന്റേഷൻ എന്നാണ് പറയുന്നത്. എർത്ത് ആർ കോമൺലി റെഫേർഡ് ആസ് ഫാമേഴ്സ് ഫ്രണ്ട്. ഡിഫൈൻ ഫ്രാഗ്മെന്റേഷൻ. എർത്ത് സാധാരണ അറിയപ്പെടുന്നത് ഫാമേഴ്സിന്റെ ഫ്രണ്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്താണ് ഫ്രാഗ്മെന്റേഷൻ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. The process of breaking down of detritus into smaller particles is called fragmentation. Common detritivores in our ecosystem. നമ്മുടെ എക്കോസിസ്റ്റത്തിലെ കോമൺ ആയിട്ട് കാണുന്ന ഡെട്രിറ്റസിനെ ഫ്രാഗ്മെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഓർഗാനിസം ആര്? എർത്ത്. സൺ ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി ഫോർ ഓൾ എക്കോസിസ്റ്റം ഓൺ എർത്ത്, ബട്ട് വൺ എക്സെപ്ഷൻ. വാട്ട് ഈസ് ദാറ്റ്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷമാണ് ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. അതുവരെ അങ്ങനെ ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പം അതുപോലുള്ള ഏരിയകളിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് അർത്ഥം. ഈ എല്ലാ ഏരിയയും പ്രത്യേകിച്ച് ടെസ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് വേണം പോകാൻ. ഭൂമിയിൽ എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിന്റെ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് സൂര്യനാണ്. എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. എന്താണത്? ഡീപ് സീ ഹൈഡ്രോതെർമൽ എക്കോസിസ്റ്റം. ആഴമേറിയ സമുദ്രഭാഗങ്ങളിലെ സൺലൈറ്റ് എത്താറില്ല. അവിടെയുള്ള ജീവജാലങ്ങൾക്ക് സൺലൈറ്റ് അല്ല എനർജി സോഴ്സ്. അവരുടെ ബോഡി തന്നെയുള്ള ചില പ്രത്യേക കെമിക്കൽ റിയാക്ഷൻ, കാറ്റാബോളിസം അല്ലെങ്കിൽ മെറ്റാബോളിസം വഴിയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. What is the percentage of photosynthetically active radiation, PAR, in the incident solar radiation? സോളാർ റേഡിയേഷനിലുള്ള എല്ലാ റേഡിയേഷനും പ്ലാന്റ്സിന് കിട്ടുന്ന റേഡിയേഷനിൽ എല്ലാ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നില്ല. അതിൽ 50% താഴെയാണ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്. ആ റേഡിയേഷനെയാണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ആൻസർ 50%. ദ മേജർ റിസർവയർ ഓഫ് കാർബൺ ഓൺ എർത്ത് ഈസ്. ഭൂമിയിൽ കാർബണിന്റെ മേജർ റിസർവയർ ഏതാണെന്ന് വെച്ചാൽ അത് ഓഷ്യൻസ് ആണ്. What percentage of the photosynthetic active radiation is captured by plants to sustain the entire living world? നേരത്തെ പറഞ്ഞു ഫോട്ടോസിലെ ആക്റ്റീവ് റേഡിയേഷൻ ഏകദേശം 50% പ്ലാന്റ്സിന് കിട്ടുന്നത്. അതിൽ തന്നെ എത്രത്തോളമാണ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്? ആ അബ്സോർബ് ചെയ്യുന്ന ക്യാപ്ചർ ചെയ്യുന്ന സൺലൈറ്റിന്റെ റേഡിയേഷന്റെ അളവ് എന്നത് 2 to 10% ആയിരുന്നു. ഈ ഇൻസിഡന്റ് റേഡിയേഷൻ ആയ 50% തന്നെ 2 to 10% പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. ദ ഗ്രീൻ പ്ലാന്റ് ദ എക്കോസിസ്റ്റം ആർ കാൾഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം എക്കോസിസ്റ്റത്തിലെ പ്ലാന്റ്സ് അറിയപ്പെടുന്ന പേര് പ്രൊഡ്യൂസേഴ്സ്. ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യും. പിന്നെ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം മേജർ പ്രൊഡ്യൂസേഴ്സ് ആണ്. ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലെ മേജർ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള ഹെർബേഷ്യസ് ആയിട്ടുള്ള കുടിയായിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ്. ഇനി അക്വാട്ടിക് എക്കോസിസ്റ്റം മേജർ പ്രൊഡ്യൂസേഴ്സ്. എന്നാൽ ജലാശയങ്ങൾ കാണുന്ന എക്കോസിസ്റ്റത്തിലെ പ്രധാന പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടനും ആൽഗയും അതിൽ തന്നെ വളരുന്ന ഹയർ പ്ലാന്റ്സുമായിരിക്കും. All animals depends on plants or directly or indirectly for their food needs. They are hence called. എല്ലാ ജീവജാലങ്ങളും അതായത് അനിമൽസ് പ്ലാന്റ്സിനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റോ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നു. അവരെ എന്ത് പേര് വിളിക്കാം? കൺസ്യൂമേഴ്സ് എന്നോ അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ് എന്നോ പറയാം. ലീനിയർ സീക്വൻസ് ഓഫ് എനർജി ട്രാൻസ്ഫർ ഇൻ ആൻ എക്കോസിസ്റ്റം ബൈ ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൻ പ്രോസസ്. അതായത് ഒരു ജീവിയെ തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യുന്നത് വഴി എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ലീനിയർ സീക്വൻസിന് എന്ത് പേര് പറയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിൻ നോക്കുക. ഗ്രാസിനെ ആര് തിന്നുന്നു? ഗ്രാസ് ഹോപ്പർ. അതിനെ ഫ്രോഗ് തിന്നുന്നു, ഫ്രോഗിനെ സ്നേക്ക് തിന്നുന്നു, സ്നേക്കിനെ ഈഗിൾ തിന്നുന്നു. അപ്പൊ ഈ ഓരോ ഫുഡ് ചെയിനുമുള്ള ഓരോ ഓർഗാൻസിനെ, ഫുഡ് ചെയിനിലുള്ള ഓരോ ജീവജാലങ്ങളെയും ട്രോഫിക് ലെവൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് ദെയർ ന്യൂട്രീഷൻ ഓർ ഫുഡ്, ഓർഗാനിസംസ് ഓക്കുപൈ എ സ്പെസിഫിക് പ്ലേസ് ഇൻ ദ ഫുഡ് ചെയിൻ ആർ കാൾഡ് ആസ് ട്രോഫിക് ലെവൽ. Each organism or components of the food chain are called as trophic level. Each organism or components in the food chains are known as trophic level. The organism which feed on the producers, that is plants, they are called. അതായത് ഏത് ഓർഗാനിസം ആണോ പ്ലാന്റ്സിനെ ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഡയറക്റ്റ് ഈറ്റ് ചെയ്യുന്നത്, തിന്നുന്നത്, അവരെ എന്ത് പേര് പറയാം? ഹെർബിവേഴ്സ് എന്നോ അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയും. ഇപ്പൊ ഗ്രാസിനെ ഡയറക്റ്റ് തിന്നുന്നത് ഗ്രാസ് ഹോപ്പർ അല്ലേ? ഇപ്പൊ ഗ്രാസ് ഹോപ്പർ ആണ് പ്രൈമറി കൺസ്യൂമേഴ്സ്. ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഇൻ ദ ഫുഡ് ചെയിൻ വിൽ ബി. ഒരു ഫുഡ് ചെയിനിലെ ആദ്യത്തെ ട്രോഫിക് എപ്പോഴും പ്ലാന്റ്സുകളായിരിക്കും, അതായത് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ ഇൻ ദ ഫുഡ് ചെയിൻ വിൽ ബി. എന്നാൽ രണ്ടാമത്തെ ട്രോഫിക് ലെവൽ എപ്പോഴും ആ പ്ലാന്റ്സിനെ തിന്നുന്ന ഹെർബിവേഴ്സ് ആയിരിക്കും. അവരെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻ എ ഫുഡ് ചെയിൻ ദ പ്രൈമറി കൺസ്യൂമേഴ്സ് വിൽ ബി
ഒരു ഫുഡ് ചെയിൻ എപ്പോഴും പ്രൈമറി കൺസ്യൂമേഴ്സ് ഹെർബിവേഴ്സ് തന്നെ ആയിരിക്കും, കാരണം പ്ലാന്റ്സിനെ ഡയറക്റ്റ് തിന്നുന്നവർ തന്നെയായിരിക്കും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ദ ഫുഡ് ചെയിൻ? ഒരു ഫുഡ് ചെയിനിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കാണപ്പെടുന്നത് ഏത് ഓർഗാനിസമാണ്? നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് തന്നെയായിരിക്കും. ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ ഇൻ എ ലേക്ക് കേസ്. ഒരു ലേക്ക്, ഒരു തടാകത്തിലെ സെക്കൻഡ് ട്രോഫിക് ലെവൽ എന്താണ്? അപ്പൊ അതൊരു എക്സാമ്പിൾ നോക്കാം. ഒരു തടാകത്തിലെ ആദ്യത്തെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ആരായിരിക്കും? മൈക്രോസ്കോപ്പിക് പ്ലാന്റ്സ് ആയ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആയിരിക്കില്ലേ? അതിനെ ഡയറക്റ്റ് തിന്നുന്ന ആരായിരിക്കും? സൂവോ പ്ലാങ്ക്ടൺ ആയിരിക്കില്ലേ? അപ്പൊ അവിടെ ആൻസർ സൂ പ്ലാങ്ക്ടൺ ആണ് ആൻസർ. ദ തേർഡ് ട്രോഫിക് ലെവൽ ഇൻ എ ഫുഡ് ചെയിൻ വിൽ ബി. ഒരു ഫുഡ് ചെയിനിലെ മൂന്നാമത്തെ ട്രോഫിക് ലെവൽ ആരായിരിക്കും? ഈ ചിത്രത്തിൽ നോക്കുക, മൂന്നാമത്തെ ആരാണ്? ഫ്രോഗ് ആണ്. അതായത് ഹെർബിവോഴ്സിനെ ഡയറക്റ്റ് തിന്നുന്നവരായിരിക്കും. ഒന്നാമത്തത് പ്രൊഡ്യൂസർ ആണ്, രണ്ടാമത്തത് ഹെർബിവോർ ആണ്, അത് പ്രൈമറി കൺസ്യൂമർ ആണ്, പിന്നെ അവരെ തിന്നുന്നവരെ സെക്കൻഡറി കൺസ്യൂമർ എന്നാണ് പറയുന്നത്. അപ്പൊ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആയിരിക്കും. ഇൻ ഫുഡ് ചെയിൻ അനിമൽസ് ഈറ്റ് അതർ അനിമൽസ് വിച്ച് ഇൻടൈൻ ഈറ്റ് ദ പ്ലാന്റ്സ് ഓർ ദെയർ പ്രൊഡ്യൂസ് ദേ ആർ കാൾഡ്. ഒരു ഫുഡ് ചെയിനിനകത്ത് അനിമൽസ്, പ്ലാന്റ്സിനെ തിന്നുന്ന അനിമൽസിനെ ഡയറക്റ്റ് തിന്നുന്നവർ എന്ത് പേര് പറയാം? നേരത്തെ പറഞ്ഞ തന്നെയാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. അനിമൽസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൈമറി കാർണിവേഴ്സ് ഫോർ ദ ഫുഡ് ആർ കാൾഡ്. പ്രൈമറി കാർണിവേഴ്സിനെ ഫുഡാക്കുന്ന ജീവജാലങ്ങൾ എന്ത് പേര് പറയാം? സെക്കൻഡറി കാർണിവേഴ്സ്. ഫോർത്ത് ട്രോഫിക് ലെവലിനെ ഫുഡ് ചെയിൻ വിൽ ബി. നാലാമത്തെ ട്രോഫിക് ലെവൽ ആരായിരിക്കും? ടി ഫോർ സ്നേക്ക് ആണ്. അതായത് പ്രൊഡ്യൂസർ കഴിഞ്ഞാൽ പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടേഷറി കൺസ്യൂമർ ആണ്. അപ്പൊ ടേഷറി കൺസ്യൂമർ എന്ന് പറയുന്നത് നാലാമത്തെ ട്രോഫിക് ലെവലുമാണ്. അതിൽ വരുന്നത് കാർണിവർ അനിമൽസ് ആണ്, സെക്കൻഡറി കാർണിവേഴ്സ് ആണ്. അതായത് പ്രൈമറി കാർണിവർ എന്ന് പറയുന്നത് ഫ്രോഗ് ആണ്. അതായത് കാർണിവേഴ്സ് അനിമൽസിൽ ആദ്യം വരുന്നത് ഫ്രോഗും പിന്നെ രണ്ടാമത് വരുന്നത് സ്നേക്കുമാണ്, അല്ലെ? അപ്പൊ സെക്കൻഡറി കാർണിവേഴ്സ് ആണ് ആൻസർ. Tertiary consumers in the food chain will be secondary carnivores. In ecosystem, cockroach, crows, humans, etc. are collectively called. നമുക്ക് എല്ലാവർക്കും അറിയാം മിശ്ര ഭൂക്കൾ അഥവാ ഓംനിവോഴ്സ്, അല്ലേ? അതായത് പ്ലാന്റ്സിനെയും അനിമൽസിനെയും കഴിക്കുന്നവരും വിളിക്കുന്ന പേരാണല്ലോ ഓംനിവോഴ്സ്. The total biomass of living organism at a particular time in a given ecosystem is called. ഒരു എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന ഓരോ ജീവജാലങ്ങളുടെയും ട്രോഫിക് ലെവൽസിന്റെ ബോഡിയിൽ ഓരോ പർട്ടിക്കുലർ ടൈമിലും എമൗണ്ട് ഓഫ് ബയോമാസ് കാണപ്പെടും. അതിന് എന്ത് പേര് പറയുന്നു? സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്ന് പറയും. അങ്ങനെയാണ് ഒരു എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന ആ ഒരു ബയോമാസിന്റെ അളവിനെ സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ്, ആ എക്കോസിസ്റ്റത്തിലെ ഓരോ ജീവജാലത്തിന്റെ ബോഡിയിൽ കാണുന്ന എമൗണ്ട് ഓഫ് ബയോമാസിനെയാണ് സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഈച്ച് ട്രോഫിക് ലെവൽ ഹാസ് എ സെർട്ടൈൻ മാസ് ഓഫ് ലിവിംഗ് മെറ്റീരിയൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം ഈസ് കാൾഡ് സ്റ്റാൻഡിംഗ് ക്രോപ്പ്. രണ്ട് ഇതിൽ ചോദിച്ചാലും ആൻസർ ഒന്ന് തന്നെയാണ്. How to calculate or measure the standing crop in an ecosystem? ഒരു എക്കോസിസ്റ്റത്തിലെ സ്റ്റാൻഡിംഗ് ക്രോപ്പ് എങ്ങനെ കണക്കാക്കും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എഴുതാം? The standing crop is measured as the mass of living organism or biomass or the number in a unit area. ഒന്നുകിൽ ബയോമാസിന്റെ അളവിലായിട്ടോ അല്ലെങ്കിൽ നമ്പറിന്റെ ബേസിൽ നമുക്ക് സ്റ്റാൻഡിംഗ് ക്രോപ്പ് മെഷർ ചെയ്യാൻ പറ്റും. A list of different organisms in an ecosystem are given below. Arrange them in first, second, third and fourth trophic levels. തന്നിരിക്കുന്ന ഓരോ ട്രോഫിക് ലെവലിനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫൈറ്റോ പ്ലാങ്ക്ടൺ, മാൻ, ഫിഷ്, സൂ പ്ലാങ്ക്ടൺ തന്നിരിക്കുന്നത്. നമുക്കറിയാം ഫസ്റ്റ് ട്രോഫിക് ലെവൽ ആരായിരിക്കും? ഫൈറ്റോ പ്ലാങ്ക്ടൺ, സെക്കൻഡ് സൂ പ്ലാങ്ക്ടൺ, തേർഡ് ഫിഷ് ആൻഡ് ഫോർത്ത് മാൻ. വാട്ട് ഈസ് 10% ഓഫ് ലാ? ലാ ഓഫ് 10% പ്രപ്പോസ് ചെയ്തതാണ് ലിൻഡ്മാൻ. നമുക്കറിയാം ഒരു ട്രോഫിക് ലെവലിൽ നിന്നും മറ്റൊരു ട്രോഫിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ആകുന്നത് 10% മാത്രമാണ്. ബാക്കി 90% എനർജിയും ആ ജീവിയുടെ മെറ്റാബോളിസിന് വേണ്ടി ഉപയോഗിക്കുകയും ഹീറ്റായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. 10% of the energy in the food is fixed into their flesh and is available to next trophic level. 90% of the energy is utilized for life activities and released as heat energy. Flow of energy in plant is based on law of thermodynamics. Justify or explain. നമ്മുടെ എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ബേസിലാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. കറക്റ്റ് ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോളാർ എനർജി ക്യാപ്ചർഡ് ബൈ ദ പ്ലാന്റ്സ് ആൻഡ് ഡിഫറെന്റ് ഓർഗാനിസം ഇൻ ആൻ എക്കോസിസ്റ്റം ആസ് ഫുഡ് എനർജി. നമ്മുടെ ജീവജാലങ്ങളിൽ പ്ലാന്റ്സുകൾ എപ്പോഴും സോളാർ എനർജിയെ ക്യാപ്ചർ ചെയ്തത് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഫുഡ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ എന്താ പറയുന്നത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോർഡ് ഫ്രം വൺ ഫോം ടു അനദർ. എനർജി നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തേക്ക് മാത്രം മാറ്റാൻ കഴിയും. Only 10% of energy is transferred to next trophic level, rest is lost as is. നേരത്തെ പറഞ്ഞതുപോലെ 10% എനർജി മാത്രമാണ് ട്രാൻസ്ഫർ ആകുന്നത്, ബാക്കി 90% ഹീറ്റായിട്ട് നഷ്ടപ്പെട്ടു പോകും. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് തന്നെയാണ്.
Whatever energy is transferred from one form to another, there is a decrease in the amount of useful energy. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് പോകുമ്പോൾ കുറച്ച് എനർജി എന്ത് ചെയ്യുന്നു? ഹീറ്റ് രൂപത്തിൽ നഷ്ടമാകും. ഡിസ്റ്റിംഗ്വിഷ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഫ്രം ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ. ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ GFC സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാന്റ്സ് നിന്നാണെങ്കിൽ ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ DFC സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെട്രീറ്റസ് അല്ലെങ്കിൽ ഡെഡ് റിമൈൻസ് എന്നായിരിക്കും. GFC followed by herbivores. In GFC, producers followed by herbivores. GFCയിൽ നമുക്കറിയാം പ്രൊഡ്യൂസർ കഴിഞ്ഞാൽ അതിന് ഡയറക്റ്റ് തിന്ന പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത് ഹെർബിവേഴ്സ് ആയിരിക്കും. എന്നാൽ ഡെട്രീറ്റസ് ഫുഡ് ചെയിനിലെ ഡെട്രീറ്റസിനെ തിന്നുന്ന സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ സാപ്രോട്രോപ്സ് ആയിരിക്കും വരുന്നത്. അതുപോലെ ലെസ് ഫ്രാക്ഷൻ ഓഫ് എനർജി ഫ്ലോ. ഇതിലൂടെ ഗ്രേസിയൻ ഫുഡ് ചെയിനിലൂടെ വളരെ കുറച്ച് എനർജിയാണ് ട്രാൻസ്ഫർ ആകുന്നെങ്കിൽ ലാർജ് ഫ്രാക്ഷൻ ഓഫ് എനർജി ഫ്ലോ ടേക്സ് പ്ലേസ് ത്രൂ ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ. ഡെട്രീറ്റസ് ഫുഡ് ചെയിനിലൂടെ ഒരുപാട് എനർജി ഫ്ലോ നടക്കുന്നുണ്ട്. What is an ecological pyramid? Name the different types of ecological pyramid. എന്താണ് ecological pyramid? Different type ecological pyramid എന്താണെന്ന് പറയുക. Ecological pyramids are the representation of food chain in the form of pyramid. അതായത് ഫുഡ് ചെയിനിലെ ഓരോ കമ്പോണന്റുകളെയും പിരമിഡ് രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ് ആൻഡ് പിരമിഡ് ഓഫ് എനർജി. ഇതാണ് 3 തരം എക്കോളജിക്കൽ പിരമിഡ്. Ecological pyramids are usually upright. Meanwhile, some pyramids of number is inverted. Give reason with example. എന്നാൽ സാധാരണഗതിയിൽ എല്ലാ പിരമിഡുകളും അപ്രൈറ്റ് നേരെ നിൽക്കുന്നതാണെങ്കിൽ എന്നാൽ ചില നമ്പർ ഓഫ് പിരമിഡ് ഇൻവേർട്ടഡ് ആണ്. അതിന്റെ കാരണം എക്സാമ്പിൾ സഹിതം പറയുക. ഒരു മരം എടുക്കുകയാണെങ്കിൽ മരത്തിന്റെ എണ്ണം 1 ആ മരത്തിലിരിക്കുന്ന ഇൻസെക്റ്റുകൾ എണ്ണം എങ്ങനെയായിരിക്കും? മരത്തിനേക്കാൾ കൂടുതലാണ്. ഈ ഇൻസെക്റ്റുകളെ തിന്നാൻ വരുന്ന ബേഡ്സിന്റെ എണ്ണം വീണ്ടും കുറവാണ്. അല്ലെങ്കിൽ വേറെ തരം ചിന്തിക്കാം, ഒരു മരത്തിലെ ഇൻസെക്റ്റുകൾ ആ ഇൻസെക്റ്റുകളുടെ ബോഡിയിലുള്ള പാരസൈറ്റ് ചിന്തിച്ച് നോക്കുക, അതിനേക്കാൾ കൂടുതലായിരിക്കില്ലേ? അപ്പോൾ നമ്പർ എടുക്കുമ്പോൾ ഇൻവേർട്ടഡ് ആയിട്ടാണ് വരുന്നത്. ഇൻ ട്രീ എക്കോസിസ്റ്റം പിരമിഡ് ഓഫ് നമ്പർ ഈസ് ഇൻവേർട്ടഡ് ബിക്കോസ് ട്രീ ഈസ് സിംഗിൾ ഇൻ നമ്പർ, പ്രൈമറി കൺസ്യൂമേഴ്സ് ആർ മോർ ഇൻ നമ്പർ. ഇവിടെ പ്രൊഡ്യൂസർ ഒന്നും അതിനേക്കാൾ കൺസ്യൂമേഴ്സ് കൂടുതലായിരിക്കും. Ecological pyramids are usually upright. Meanwhile, some pyramids of biomass is inverted. Explain the reason. ഇതുപോലെ തന്നെ ചില പിരമിഡുകൾ ബയോമാസ് പിരമിഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു സീൽ കാണപ്പെടുന്ന എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ആയിരിക്കും. കാരണം അവിടെ മൈക്രോസ്കോപ്പിക് പ്ലാന്റ്സിനെ തിന്നുന്ന അനിമൽസിന്റെ ബോഡിയിലായിരിക്കും ബയോമാസ് കൂടുതൽ. ബിക്കോസ് ദ ബയോമാസ് ഓഫ് ഫിഷസ് ഫാർ എക്സിഡ് ദാറ്റ് ഓഫ് ഫൈറ്റോപ്ലാങ്ക്ടൺ. ഫൈറ്റോപ്ലാങ്ക്ടൺ തിന്നുന്ന സുവോപ്ലാങ്ക്ടന്റെ ബോഡിയിൽ ബയോമാസ് കൂടുതലായിരിക്കും. ഇതിനെ തന്നെ തിന്നുന്ന ഫിഷിന്റെ ബോഡിയിൽ ബയോമാസ് വീണ്ടും കൂടുതലായിരിക്കും. പിരമിഡ് ഓഫ് എനർജി ഈസ് ആൾവേസ് അപ്രൈറ്റ് ബൈ. എന്നാൽ എക്കോളജിക്കൽ പിരമിഡിലെ പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. നെവർ ബി ഇൻവേർഡ്. ഒരിക്കലും ഇൻവേർഡ് ആകില്ല. കാരണം എന്താണ്? 10% ലായ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ട്രോഫിക് ലെവൽ കഴിയുന്നതോറും 10% എനർജി മാത്രമേ ട്രാൻസ്ഫർ. അപ്പോൾ സൂപ്ലാങ്ക്ടന്റെ ബോഡിയിൽ നിന്നും 10% മാത്രമേ വലിയ ഫിഷസിന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ലാവ് ഓഫ് 10% ഫോളോ ചെയ്യുന്നത് കൊണ്ട് എനർജി പിരമിഡ് എന്ത് ചെയ്യും? അപ്രൈറ്റ് മാത്രമേ ഉള്ളൂ, ഇൻവേർട്ടഡ് ആകത്തില്ല. എനർജി അറ്റ് ലോവർ ട്രോഫിക് ലെവൽ ഈസ് ആൾവേസ് മോർ ദാൻ ദ ഹയർ ട്രോഫിക് ലെവൽ. എപ്പോഴും ഹയർ ട്രോഫിക് ലെവലിനേക്കാൾ എനർജി എപ്പോഴും ലോവറിലായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓൺലി 10% ഓഫ് എനർജി പാസ്ഡ് ഓൺ ടു ദ സക്സസീവ് ട്രോഫിക് ലെവൽ. In a marine ecosystem, a population of phytoplankton 1,50,000 support the standing growth of fishes 4,000. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫൈറ്റോപ്ലാന്റിന്റെ നമ്പർ തന്നിട്ടുണ്ട് 1,50,000. ഫിഷസിൻ്റെത് 4,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഡ്രൈ പിരമിഡ് ഓഫ് ബയോമാസ് ആൻഡ് പിരമിഡ് ഓഫ് നമ്പർ. 2 പിരമിഡ് വരയ്ക്കും. അപ്പം പിരമിഡ് ഓഫ് ബയോമാസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ബയോമാസിൽ ഫൈറ്റോപ്ലാങ്ക്ടനേക്കാൾ ബയോമാസ് കൂടുതൽ ഫിഷസിനായിരിക്കും. അപ്പോൾ ഇൻവേർട്ടഡ് പിരമിഡാണ് വരയ്ക്കേണ്ടത്. ഓർക്കുക, PC മുകളിലും PP താഴെ, പ്രൈമറി പ്രൊഡ്യൂസ് താഴെ ആയിരിക്കും. എന്നാൽ പിരമിഡ് ഓഫ് നമ്പർ വരയ്ക്കുമ്പോൾ നമുക്കറിയാം നമ്പർ കൂടുതൽ എപ്പോഴും ഫൈറ്റോപ്ലാങ്ക്ടൺ തന്നെയാണ്. അതുകൊണ്ട് അത് വലുതായിട്ട് വരയ്ക്കുക. അതിനേക്കാൾ ചെറുതായിരിക്കും ഫിഷസിന്റെ. ഈ ചിത്രം സാധാരണ ചോദിച്ച് കണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഐഡന്റിഫൈ ദ എക്കോളജിക്കൽ പിരമിഡ്സ് ABC. എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പറിന്റെ ബേസിലാണ് പിരമിഡ് ഓഫ് നമ്പർ. ബയോമാസ് ഡ്രൈ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത് പിരമിഡ് ഓഫ് ബയോമാസ്. അടുത്ത ടെസ്റ്റിലുള്ള ഇൻവെർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് ആണ് C. അടുത്തത് പിരമിഡ് ഓഫ് എനർജി. ഗിവൺ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം. ഒരു ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റത്തിലെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് തന്നിരിക്കുന്നത്. ഗ്രാസ് ഹോപ്പർ 1500, ഗ്രാസ് 58,42,000, വോൾഫ് 28, ബേഡ്സ് 215. നമുക്കറിയാം ഇവിടെ ഗ്രാസ് കൂടുതൽ, അതിനേക്കാൾ കുറവ് ഗ്രാസ് ഹോപ്പർ, പിന്നെ ബേഡ്സ്, പിന്നെ വോൾഫ്. ഇപ്പം നോർമൽ ഒരു അപ്രൈറ്റുള്ള നമ്പർ ഓഫ് പിരമിഡ് ആണ് വരയ്ക്കേണ്ടത്. ഡ്രൈ നമ്പർ ഓഫ് പിരമിഡ് ഷോയിങ് വേരിയസ് ട്രോഫിക് ലെവൽ. ഈ തന്നിരിക്കുന്ന രീതിയിലൊരു പിരമിഡ് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ട്രോഫിക് ലെവൽ. എന്താണ് ട്രോഫിക് ലെവൽ? ട്രോഫിക് ലെവൽ എന്താണെന്ന് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് ഫുഡ്,
ഓർഗാനിസം occupy a specific place in the food chain. ഓരോ ഫുഡ് ചെയിനും കാണപ്പെടുന്ന ഓർഗാനിസിനെ വിളിക്കുന്ന പേരാണ് ട്രോഫിക് ലെവൽ. A list of organisms are given. Place them in different trophic levels. Grass, man, fishes, birds, lion, grasshopper, zooplankton, and trees. തന്നിരിക്കുന്ന ഓരോ ഓർഗാനിസിനെയും കറക്റ്റ് ട്രോഫിക് ലെവലിൽ അറേഞ്ച് ചെയ്യും. ഇവിടെ ഒന്നിൽ കൂടുതൽ ഓർഗാനിസിനെ ഒരേ ട്രോഫിക്കിൽ ഉൾപ്പെടുത്തേണ്ടി വരും. കാരണം ഫസ്റ്റ് ട്രോഫിക്കിൽ വരുന്നത് ഗ്രാസും ട്രീസും ആയിരിക്കും. സെക്കൻഡില് ഗ്രാസ്ഹോപ്പർ, സൂപ്ലാങ്ക്ടൺ, തേർഡ് ബേർഡ്സ്, ഫിഷസ്, ആൻഡ് ഫോർത്ത് മാൻ, ലൈൻ. ഇത് ടെസ്റ്റിനകത്തുള്ള ഒരു ഫിഗറിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ്. അവിടെ നമുക്ക് ഡ്രൈവേറ്റ് തന്നിരിക്കുന്നത് തന്നെ അറിയാം, പിരമിഡ് ഓഫ് ബയോമാസ് ആയിരിക്കും. പിരമിഡ് ഓഫ് എനർജി ഈസ് ആൾവേസ് അപ്രൈറ്റ് പൈ. ഇതിന്റെ റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. Ecological pyramids are very useful in ecological studies. However, they have some limitations also. Find the limitations of ecological pyramid. അതായത് എക്കോളജിക്കൽ പിരമിഡ് നമുക്ക് ഒരുപാട് പഠനങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ് ആ ലിമിറ്റേഷൻസ്? ഇറ്റ് ഡസ് നോട്ട് ടേക്ക് into account of the same species belonging to or more trophic level. ഒരേ സ്പീഷീസ് നമുക്ക് ഒന്നിൽ കൂടുതൽ ട്രോഫിക് ലെവൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഇറ്റ് assumes a simple food chain, something that almost never exists in nature. അതായത് നമുക്ക് ഒരു സമയത്ത് ഒരു ഫുഡ് ചെയിനെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പറ്റൂ. അത് നമ്മുടെ പ്രകൃതിയിൽ അങ്ങനെയല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് അക്കോമഡേറ്റ് ഫുഡ് വെബ്. എന്നാൽ ഒന്നിൽ കൂടുതൽ ഫുഡ് ചെയിന്റെ ഒരു നെറ്റ്വർക്കിന് നമുക്ക് ഫുഡ് വെബിനെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. Saprophytes are not given in any place in ecological pyramid, even though they play vital role in the ecosystem. പ്രധാനപ്പെട്ട സാപ്രോഫൈറ്റ്സുകൾ ഡീകമ്പോസ് സഹായിക്കുന്ന പ്രധാനപ്പെട്ട അംഗങ്ങളാണ്. അവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. An ecosystem consists of the following population: phytoplankton, man, fish, zooplankton, dry food chain, denoting each trophic level. തന്നിരിക്കുന്ന ഓർഗാനിസം വെച്ചിട്ട് ഒരു ഫുഡ് ചെയിൻ വരയ്ക്കുക. അതിന്റെ ഓരോ ട്രോഫിക് ലെവലും മെൻഷൻ ചെയ്യും. ഫൈറ്റോപ്ലാങ്ക്ടൺ നമുക്കറിയാം, ഫൈറ്റോപ്ലാങ്ക്ടൺ, ദെൻ സൂപ്ലാങ്ക്ടൺ, ഫിഷ്, മാൻ. ട്രോഫിക് ലെവൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അറിയാലോ നമുക്ക് എന്താണെന്ന് അറിയാം. Expand the following: NPP and GPP. NPP, net primary productivity. GPP, gross primary productivity. What are the major functions of ecosystem? നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, ന്യൂട്രിയന്റ് സൈക്ലിംഗ്. Which of the following is an example of inverted pyramid? തന്നിരിക്കുന്നതിൽ ഇൻവേർട്ടഡ് പിരമിഡ് എക്സാമ്പിൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പിരമിഡ് ഓഫ് ബയോമാസിനെ സി ആയിരിക്കും ഇൻവേർട്ടഡ് പിരമിഡ്. Expand GFC and DFC. Grazing food chain, detritus food chain. The rate at which light energy is converted to chemical energy by producers is known as നമുക്കറിയാം gross primary productivity. Expand PAR, photosynthetically active radiation. Which of the following is not a functional unit of ecosystem? ഒരു എക്കോസിന്റെ ഫംഗ്ഷണൽ യൂണിറ്റിൽ വരാത്തത് അത് നമുക്കറിയാം, സ്ട്രാറ്റിഫിക്കേഷൻ ഫംഗ്ഷൻ അല്ല സ്ട്രക്ചറിൽ വരുന്നതാണ്. അപ്പോൾ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് ആൻസർ. Why is decomposition faster in tropics? Tropicsൽ എന്തുകൊണ്ടാണ് ഡീകമ്പോസിഷൻ റേറ്റ് കൂടുന്നത്? Due to high temperature and moisture which favor microbial activity. ടെമ്പറേച്ചറിന്റെ ഇൻക്രീസും അതുപോലെ മോയ്സ്ചർ കണ്ടന്റ് മൈക്രോബിയൽ ആക്ടിവിറ്റി വളരെയധികം ഫേവർ ചെയ്യുന്നതാണ് ട്രോപ്പിക്കൽ റീജിയനിൽ ഡീകമ്പോസിഷൻ റേറ്റ് കൂടുന്നത്. Why are producers called autotrophs? എന്തുകൊണ്ട് പ്രൊഡ്യൂസേഴ്സിനെ ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നു? They produce their own food using sunlight. Which organism act as both detritivore and decomposer? Decomposer ആയിട്ടും detritivore ആയിട്ടും ആക്ട് ചെയ്യുന്ന ഒരുപോലെ ആക്ട് ചെയ്യുന്ന ഓർഗാനിസം ഏതെന്ന് വെച്ചാൽ അത് എർത്തിവമായിരിക്കും. What are the two structural features of an ecosystem? ഒരു എക്കോസിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് സ്ട്രാറ്റിഫിക്കേഷൻ, നേരത്തെ പറഞ്ഞ. രണ്ട് സ്പീഷീസ് കോമ്പോസിഷൻ. എളുപ്പമാണ്. നമുക്ക് ഒരു ഫോറസ്റ്റിൽ അതിൻ്റെതായിട്ടുള്ള സ്പീഷീസ് കാണും. ഡെസേർട്ടിൽ കാണുന്ന സ്പീഷീസ് ഒരിക്കലും ഫോറസ്റ്റിൽ കാണണമെന്നില്ല. അതുപോലെ ഒരു ഗ്രാസ് ലാൻഡിൽ കാണുന്ന സ്പീഷീസ് ഡെസേർട്ടിൽ കാണണമെന്നില്ല. ഓരോ എക്കോസിസ്റ്റത്തിനും അതിൻ്റെതായിട്ടുള്ള സ്പീഷീസ് കോമ്പോസിഷനും ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഇൻ എക്കോസിസ്റ്റം? നമുക്കറിയാം ഒരു എക്കോസിസ്റ്റത്തിന്റെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഏതാണ്? സോളാർ റേഡിയേഷൻ. ഇൻ എക്കോസിസ്റ്റം വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് entities occupy more than one trophic level? ഒരു എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഏത് ഓർഗാനിസം ആയിരിക്കും ഒന്നിൽ കൂടുതൽ ട്രോഫിക് ലെവൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്? ഫ്രോഗ് ആണോ, ഫൈറ്റോപ്ലാങ്ക്ടൺ ആണോ, സൂപ്ലാങ്ക്ടൺ, ഫിഷസ് ആണോ? ഫിഷസ് ആണ്. കാരണം നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറിയിലൊക്കെ വേണമെങ്കിലും സ്മാൾ ഫിഷ് അത് കഴിഞ്ഞ് ലാർജ് ഫിഷിനൊക്കെ ഉൾപ്പെടുത്താൻ പറ്റില്ല. വിച്ച് എക്കോസിസ്റ്റം ഹാസ് ദ മാക്സിമം ബയോമാസ്? ഏത് എക്കോസിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ ബയോമാസ് ഉള്ളത്? ഓപ്ഷൻ നോക്കുക, ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആയിരിക്കും. ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് എക്കോളജി ഇൻ ഇന്ത്യ? പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് എക്കോളജിയിലെ പിതാവ്? ഇന്ത്യയിലെ എക്കോളജി പിതാവ് എന്നറിയപ്പെടുന്നത് പ്രൊഫസർ രാംദേവ് മിശ്രയാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നീറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ടേർഷ്യറി കൺസ്യൂമറുടെ ആരാണ്? സെക്കൻഡറി, പ്രൈമറി ആൻഡ് പ്രൈമറി കൺസ്യൂമർ ആൻഡ് പ്രൈമറി പ്രൊഡ്യൂസർ. പ്രൈമറി പ്രൊഡ്യൂസർ ഗ്രാസ്, പ്രൈമറി കൺസ്യൂമർ goat, secondary consumer wolf, and tertiary consumer lion. Last question. Consider the pyramid of energy in ecosystem given below. If T4 is equivalent to 1000 joule, what is the value of T1?
ഇതൊരു പ്രീവിയസ് ആയിട്ടുള്ള നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് തന്നിരിക്കുന്ന എനർജി പിരമിഡില് നോക്കുക, ഇതിൽ 4ാമത്തെ ട്രോഫിക് ലെവലിലെ എനർജി എന്ന് പറയുന്നത് 1000 ജൂളിന് ഈക്വലന്റ് ആണെങ്കിൽ 1ാമത്തെ ട്രോഫിക് ലെവൽ എത്രയായിരുന്നു, അതായത് പ്രൊഡ്യൂസറിൽ എത്രയായിരുന്നു. നമുക്കൊന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കാം. T1ന്റെ 10% കുറഞ്ഞാണ് T2 കിട്ടുന്നത്, അതിന്റെ 10% കുറഞ്ഞാണ് T3ക്ക്, അതിന്റെ 10% കുറഞ്ഞാണ് T4. അപ്പൊ തിരിച്ചെടുക്കുമ്പോഴോ 10 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് വരണം. അപ്പോൾ 1000 ജൂൾ ആണെങ്കിൽ തൊട്ടടുത്തുള്ള T3ക്ക് എത്രയ്ക്കും 1000നെ 10 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക, 10000. അതിന്റെ 10 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നതായിരിക്കും T2 ഇടുന്നത്. 10000 × 10 എന്ന പോണിലാക്കാം. ദെൻ അതിന്റെയും 10 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് T1. ആൻസർ 10 ലക്ഷം ജൂൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്കോസിസ്റ്റം ചാപ്റ്ററിലെ മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ചില നീറ്റ് ക്വസ്റ്റ്യനും കൂടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ടെസ്റ്റ് നന്നായിട്ട് വായിക്കുക. നമ്മൾ കിട്ടുന്ന സോഴ്സിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ കളക്ട് ചെയ്തോളൂ, നിങ്ങൾ അത് പഠിച്ചോളൂ. അത്രയും കണ്ടന്റ് നമ്മൾ പഠിക്കും. അതോടൊപ്പം ഇനി വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരാത്ത ഏരിയകളൊന്ന് നന്നായിട്ട് വായിക്കുക. എസ്പെഷ്യലി ടെസ്റ്റിനകത്തുള്ള എല്ലാ ഫിഗറും ഒന്ന് നോക്കുക. എല്ലാ ഫിഗറും നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. എങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫുൾ A+ എത്താൻ നിൽക്കുന്നവർക്ക് ആ മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ടെസ്റ്റ് നന്നായിട്ട് വായിക്കുക, ഫിഗറുകൾ നോക്കുക, ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഏരിയകൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അതിലെ 100ഓളം ചോദ്യങ്ങളോട് കാണാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.